ഹായ് ഓൾ, PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിൽ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ രണ്ടാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷനിൽ നിന്ന് 2020 PSC ചോദിച്ച 9 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷനിൽ മൊത്തം 2020 PSC ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് 116 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ 11 ചോദ്യങ്ങളാണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരുന്നത്. അതിൽ 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ വർക്കൗട്ട് ചെയ്തത്. ഇനി അതിലൊരു 2 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെഷനിൽ ഒരു 8 ക്വസ്റ്റ്യൻസ് 2020 ചോദിച്ചിട്ടുണ്ട്. ആ 8 ക്വസ്റ്റ്യൻസും കൂടെ ഇന്നത്തെ സെഷനിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾ ഈ സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് PSC 2020 മുതൽ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു റിവിഷൻ പാറ്റേൺ പോലെ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് n+1 the whole square minus n into n+1 ഈക്വൽ ടു 15 ആയാൽ n എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇത് 051/2020 LP സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ B ആണ്, അതായത് 14 നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കൂ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ, അതായത് n+1 the whole square, നമ്മൾ ഈ ബ്രാക്കറ്റ്സ് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ n+1 the whole square എന്ന് പറയുന്ന ആ ഇക്വേഷൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം a+b the whole square എന്ന് പറയുന്നത് എന്താണെന്നല്ലേ. a+b the whole square എന്ന് പറയുന്നത് എന്താണ്? a² + 2ab + b² ആണ്, അല്ലെങ്കിൽ a² + b² + 2ab, എങ്ങനെ വേണോ പറയാം. ആ ടേംസിനെ ഒരു അറേഞ്ച് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ a+b the whole square എന്ന് പറയുന്നത് a² + 2ab + b² ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് n+1 the whole square എങ്ങനെ എഴുതാം? n² + 2ab എന്ന് പറയുമ്പോൾ 2 × n × 1, അതായത് 2n ആണല്ലോ. ഇനി b² അവിടെ ബിയുടെ വാല്യൂ 1 ആണ് ഇവിടെ, അതുകൊണ്ട് b² എന്ന് പറഞ്ഞാൽ 1, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ n+1 the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² + 2n + 1. ക്ലിയർ ആയല്ലോ. ഇനി ഇതിവിടെ അപ്ലൈ ചെയ്യുക, n² + 2n + 1. ഇനി നോക്കിക്കേ, നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ -n × n+1 ആണ്. അപ്പോൾ ഈ -n × n+1 അകത്തേക്ക് കൊടുക്കുമ്പോൾ, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ -n² - n എന്ന് വരും ആണല്ലോ. അതും കൂടി ഇവിടെ കൊടുക്കാം, -n² - n ഈക്വൽ ടു 15. അപ്പോൾ ഇവിടെ n²ഉം -n² ക്യാൻസൽ ആയി പോകും. ഇനി 2n - n എന്ന് പറഞ്ഞാൽ n ആണ്. n + 1 ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ n എത്രയാ? 15 - 1, അതായത് 14. ഈസി അല്ലേ? ജസ്റ്റ് ഒന്നുമില്ല, a+b the whole square അറിയാവുന്ന ആൾക്ക് n+1 the whole square എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ടേം n × n+1 എന്ന് പറയുന്ന ആ ടേം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ വെളിയിലുള്ളത് -n ആണ്, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -n² - n എന്ന് വരും. n² ക്യാൻസലായി പോകും. 2n - n എന്ന് പറയുന്നത് n ആണ്. n+1 ഈക്വൽ ടു 15 എന്ന് വരും. n ഈക്വൽ ടു 14. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ ഏത്? ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 051/2020 LP സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ C ആണ്, അതായത് 47 ആണ്. എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. ഒരു 2 അക്ക സംഖ്യ നമുക്കറിയാം. 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അതിൽ ഒറ്റയുടെ സ്ഥാനവും കാണും, 10ൻ്റെ സ്ഥാനവും കാണും അല്ലേ. അപ്പോൾ ഞാൻ ആ ഡിജിറ്റ്സിനെ, അതായത് ആ ഡിജിറ്റ്സിനെ x, y എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. എൻ്റെ സംഖ്യയിലെ അക്കങ്ങൾ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ സംഖ്യയിലെ അക്കങ്ങൾ എന്ന് പറയുന്നത് x-ഉം y-ഉം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം y-ഉം 10ൻ്റെ സ്ഥാനത്തെ അക്കം x-ഉം എന്ന് എടുത്തു. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ x-ൻ്റെ വാല്യൂ എന്താവും? 10x ആണല്ലോ.
ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന വൈയുടെ വാല്യൂ വൈ തന്നെയാണ്. അപ്പോൾ 10x+y ആണ് എൻ്റെ സംഖ്യ. ക്ലിയർ ആയോ? ഞാൻ 2 ഡിജിറ്റ്സ് ആണ്, 2 അക്കങ്ങളാണ് എക്സും വൈയും. ഇനി അവരെ കറക്റ്റ് അവരുടെ പ്ലേസിൽ കൊണ്ട് വെക്കുമ്പോൾ പ്ലേസ് വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ 10ന്റെ സ്ഥാനത്ത് വരുന്നവന് 10 ഇൻറ്റു ആ ഡിജിറ്റ്, 10 ഇൻറ്റു ആ അക്കം, അതായത് 10x പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നവന് ആ അക്കം തന്നെയാണ്, അത് തന്നെയാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. വൈക്ക് വൈ തന്നെയാണ്. അപ്പോൾ 10x+y ആണ് എൻ്റെ സംഖ്യ. ഇനി എന്നോട് പറഞ്ഞു ഈ സംഖ്യയിലെ അക്കങ്ങളെ പരസ്പരം മാറ്റി എന്ന് പറയുമ്പോൾ സംഖ്യ എങ്ങനെയായി? സംഖ്യ 10y + x എന്നായി. അതായത് y 10ന്റെ സ്ഥാനത്ത് വന്നു, x ഒറ്റയുടെ സ്ഥാനത്തേക്കും പോയി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 27. അതായത് ഇവിടെ പറഞ്ഞു ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അതായത് ഈ രണ്ടാമത് എനിക്ക് മാറ്റി ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ കിട്ടിയ സംഖ്യയാണ് വലുത്. കാര്യം അത് ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അപ്പോൾ എനിക്കത് എങ്ങനെ എഴുതാം? 10y + x എന്ന് പറയുന്ന നമ്പർ മൈനസ് 10x+y എന്ന് പറയുന്നത് 27ആണ്. അതായത് ഇവരുടെ വ്യത്യാസം. എനിക്ക് ആദ്യം ഒരു സംഖ്യ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ അക്കങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറ്റി, സ്ഥാനം മാറ്റിയപ്പോൾ കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അതിനെ ഞാനൊരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതി. ഇനി നോക്കൂ, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ആദ്യത്തെ നമ്പർ അതുപോലെ തന്നെ 10y + x. രണ്ടാമത്തെ നോക്കൂ, ഈ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ -10x - y = 27 ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, 10y - y 9y, x - 10x -9x = 27. ഇനി നോക്കിക്കേ, ഈ ടേമിൽ രണ്ടിടത്ത് 9 കോമൺ ഉണ്ടല്ലേ. 9നെ ഞാൻ വെളിയിലെടുത്തു, y - x = 27. അപ്പോൾ എനിക്ക് ഈ 9ഉം ഈ 27ഉം കൂടെ വെട്ടുമ്പോൾ 3 എന്ന് വരും. അതായത് y - xന്റെ വാല്യൂ എനിക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ ഈ y - x എനിക്ക് കിട്ടി, അതവിടെ ഇരിക്കട്ടെ. ഇനി എന്നോട് പറഞ്ഞിരിക്കുന്നു ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക. ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ എന്ന് പറയുന്നത് എക്സും വൈയുമാണ്. ആ എക്സിൻ്റെയും വൈയുടെയും കൂടെ തുകയാണ് 11 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? x + y ആണ് 11. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം എനിക്ക് കിട്ടി y - x. y - xനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണേ. -x + y എന്ന് എനിക്ക് എഴുതാമല്ലോ. y - xനെ എക്സിനെ ആദ്യം എഴുതാമല്ലോ, -x + y എന്ന് എഴുതാം, = 3. അപ്പോൾ എനിക്കിപ്പോൾ 2 ഇക്വേഷനായി. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സും എക്സും വെട്ടിപ്പോവും. 2y = 14. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര വരും? 7. ഇത് വെച്ച് മാത്രം എനിക്ക് ആൻസറിലോട്ട് എത്താം. കാര്യം വൈയുടെ സ്ഥാനം, എൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 10x + y ആണ് അല്ലേ. അവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് വൈയുടെ വാല്യൂ 7 വരുന്നത് ഓപ്ഷൻ സി ആണ്. പക്ഷെ നമുക്ക് എക്സും കൂടെ കണ്ടു നോക്കാം. y 17 ആണ്. എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട് x + y 11 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x + y 11 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ 11 - y ആണ്. അതായത് 11 - 7 ആണ്, 4 ആണ് x. അങ്ങനെയാണെങ്കിൽ എൻ്റെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 47 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 7ഉം എക്സിൻ്റെ വാല്യൂ 4ഉം ആണ്. അപ്പോൾ എൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 10 × x. എക്സ് എത്രയാ? 4 + y 7. 10 × 4 എന്ന് പറഞ്ഞാൽ 40 + 7, അതായത് 47. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷനിൽ PSC ചോദിച്ച 11 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമായിട്ട് കവർ ചെയ്തു. കഴിഞ്ഞ ഇതിൻ്റെ പാർട്ട് 1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടും. 9 ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 ക്വസ്റ്റ്യനും. അപ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് കവർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 5 1/3 + 3 1/3 -2 1/3 എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, STയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ LD ക്ലർക്ക് പോസ്റ്റിലോട്ട് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. എൻ്റെ ആൻസർ C ആണ്. നമുക്കിത് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അതായത് ഇവിടെ എല്ലായിടത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷനാണ്.
ഇവിടെ ഈ ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്ന ഭാഗം സെയിം ആണ് അല്ലേ, 1/3 1/3 1/3. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗം ഉണ്ടല്ലോ നമ്പറായിട്ട് കിടക്കുന്നത്, അത് എന്താണോ അവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതങ്ങ് ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. അതായത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുകയാണ്. 5 1/3 + 3 1/3 - 2 1/3. അപ്പോൾ ഇവിടെ എല്ലായിടത്തും 1/3 ആണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 + 3 8 8 - 2 6 ഈ 1/3 അതുപോലെ എഴുതുക. അപ്പം നമുക്ക് ആൻസറിൽ എല്ലായിടത്തും 1/3 ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 1/3 ഒന്നും ചെയ്യണ്ട, ഇത് സെയിം, അതായത് ഈ ഫ്രാക്ഷൻ്റെ ഭാഗം എല്ലായിടത്തും ഒരേപോലെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയല്ല എങ്കിൽ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി LCM കണ്ടിട്ടേ നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രാക്ഷൻസ് എപ്പോഴും കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ നമ്മൾ LCM കാണണം. പക്ഷേ ഇവിടെ LCM കാണേണ്ടി വരാത്തത് ഈ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനിൽ ആ ഫ്രാക്ഷൻ്റെ ഭാഗം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ആ കിടക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ക്വസ്റ്റ്യനിലെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പം നമ്മളിവിടെ 5 + 3 ചെയ്തു 8 8 - 2 6. നമ്മുടെ ആൻസർ 6 1/3, അതായത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് PSC പരീക്ഷകളിൽ. അപ്പോൾ 2 ഭിന്നസംഖ്യ തന്നു കഴിഞ്ഞാൽ അതിൽ വലുതേത് ചെറുതേത് എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ 6/8 ആണല്ലോ നമ്മുടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ 6 × 2 12 വരും, ഇവിടെ 8 ആണ്. അപ്പം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ വാല്യൂ എവിടെയാണോ വരുന്നത് ആ ഭിന്നസംഖ്യയാണ് വലുത്. അപ്പം ഇവിടെ വലിയ വാല്യൂ വന്നിരിക്കുന്നത് 6/8 സൈഡിലാണ്, 12. സോ ഈ 2 ഫ്രാക്ഷൻസിൽ, അതായത് 6/8 1/2 6/8 ആണ് വലുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 6/8 വലുത് ഏതെന്നാ. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ, ഓപ്ഷൻ എ ചെറുതാണ്. ഇനി അടുത്തത് നോക്കൂ, 5/6 ആണ് അടുത്ത് തന്നിരിക്കുന്നത് അല്ലേ. 5/6 ഞാൻ 5/6 രണ്ടാമത് എഴുതാം. വീണ്ടും നമ്മൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ എഴുതി. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5/6 ആണ്. ക്രോസ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ 6 × 6 36, 8 × 5 ചെയ്യുമ്പോൾ 40. നോക്കൂ, രണ്ടാമത്തെ സൈഡിലാണ് വലിയ വാല്യൂ വന്നിരിക്കുന്നത്, അതായത് 5/6 ആണ് വലുത്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, നമുക്ക് വലിയ ഭിന്നസംഖ്യ കിട്ടിക്കഴിഞ്ഞു. ഇനി ഓപ്ഷനിൽ എന്തായാലും ഒന്നിൽ കൂടുതൽ വലിയ സംഖ്യയൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയെ ഓരോ ഓപ്ഷനിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ന്യൂമറേറ്ററിൻ്റെ ഭാഗം ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ വാല്യൂ ഏത് സൈഡിലാണോ വരുന്നത് ആ ഭിന്നസംഖ്യയാണ് വലുത്. അപ്പോൾ ഇവിടെ 2 × 6 ചെയ്യുമ്പോൾ 12, ഇവിടെ 8. അപ്പോൾ 12 വന്നതുകൊണ്ട് തന്നെ 6/8 ആണ് വലുത്. അപ്പോൾ അതല്ല ഓപ്ഷൻ, അതല്ല ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ഓപ്ഷൻ ബി ചെക്ക് ചെയ്തു. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് എഴുതി, 5/6, ഇപ്പുറത്ത് 6/8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 × 6 36, ഇവിടെ 40. അതായത് 5/6 ആണ് 6/8 വലുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.1 × 0.01 ഡിവൈഡഡ് ബൈ 0.01 × 0.01 ഈക്വൽ ടു 10⁻x ആയാൽ എക്സിൻ്റെ വില എന്തെന്നുള്ളതാണ്. ഇത് പോലീസ് കോൺസ്റ്റബിൾ, അതായത് 018/2020 പോലീസ് കോൺസ്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ്, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മേളിൽ നമുക്ക് 3 പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസാണ് ഉള്ളത്, 3 സ്ഥാനമുണ്ട്. താഴെയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമാണുള്ളത്. അപ്പോൾ മേളിൽ 3 സ്ഥാനം, അപ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 0.001 എന്ന് വരും. താഴെയാണെങ്കിൽ 4 സ്ഥാനം, അതായത് 0.0001. എല്ലാം 1 ആയതുകൊണ്ട് തന്നെ ആ ഡെസിമലിൻ്റെ എണ്ണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡെസിമൽ ആ ഒരു എണ്ണത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മേളിൽ 0.001 താഴെ 0.0001 ആണ് ആണല്ലോ. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. മേളിൽ നമുക്കിങ്ങനെ എഴുതാം, 10⁻³
താഴെ 10⁻⁻⁴. കാര്യം പോയിന്റ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്ക് പവർ മൈനസ് വരും അല്ലേ. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം, അതായത് 10⁻⁻3. താഴെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, അതായത് 10⁻⁻4. ഇനി ഇതിനെ നോക്കിക്കേ, മുകളിൽ 10⁻⁻3, താഴെ 10⁻⁻4. നമുക്കറിയാം, ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ a⁻m - n ആണ്. അങ്ങനെയാണെങ്കിൽ 10⁻³ ഡിവൈഡഡ് ബൈ 10⁻⁻4 എന്ന് പറഞ്ഞാൽ 10⁻³ -4 ആണ്. എന്ന് പറയുന്നത് 10⁻³ + 4 ആണ്. ആണല്ലോ. എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻1 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ക്വസ്റ്റ്യനിൽ ഈ 10⁻1 എന്ന് പറയുന്നതാണ് 10⁻x. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ആണല്ലോ. ക്ലിയർ ആയല്ലോ. നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് എടുത്തു. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡെസിമൽ വാല്യൂസ്, പ്രോഡക്റ്റ് ഇവിടെ എല്ലാം 1 ആയതുകൊണ്ട് തന്നെ ആ ഡെസിമൽ കഴിഞ്ഞുള്ള ആ ഒരു എണ്ണം മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. മുകളിൽ 3 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞ് 0.001, താഴെ 0.0001. ഇനി അതിനെ നമ്മളോട് തന്നിരിക്കുന്ന ആൻസർ, അതായത് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പവർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേളിൽ 10⁻³ ആണ് ന്യൂമറേറ്റർ വരുന്നത്, ഡിനോമിനേറ്റർ 10⁻⁻4 വരും. ഇനി നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസിൽ നമ്മൾ ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യുന്നു. a⁻m / a⁻n എന്ന് പറയുന്നത് a⁻m - n ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10⁻1 എന്ന് കിട്ടും. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 10⁻1 = 10⁻x എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 - 1/2 × 1 - 1/3 × 1 - 1/4 അങ്ങനെ ഇൻറ്റു ചെയ്ത് 1 - 1/60 = x/60 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ്. ഇതൊരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് എഞ്ചിനീയർ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനെ ഓരോ ടേമിനായിട്ട് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തരാം. 1 - 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 1 എന്ന് പറയുന്നത് 2/2 ആണ് അല്ലേ. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/2 ആണ്. 1 അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയാൽ വെട്ടിപ്പോയി 1 വരും. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 എന്ന് എഴുതാം. 2/2 - 1/2 അതായത് എന്താണ്? 1/2. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 1 നിന്ന് അര കുറച്ച് കഴിഞ്ഞാൽ അരയാണ്. ഇനി നോക്കിയേ, 1 - 1/3 അതുപോലെ എങ്ങനെ വരും? 1നെ നമുക്ക് 3/3 എന്ന് എഴുതാമല്ലോ. 3/3 - 1/3 എത്ര വരും? 2/3. അടുത്തത് 1 - 1/4 ഇതേപോലെ എങ്ങനെ എഴുതാം അല്ലേ? 1നെ 4/4 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 4/4 - 1/4 അതായത് 3/4 എന്ന് വരും. അങ്ങനെ പോയി നമ്മളോട് പറഞ്ഞിരിക്കുന്നു 1 - 1/60. ഈ രീതിക്ക് 1/60 എത്ര വരും? അതായത് 59/60 വരും അല്ലേ. അതായത് ഇവിടെ LCM 60 ആണ്. ഇവിടെ 60/60 - 1/60 59/60 എന്ന് വരും. ഇനി ഈ വാല്യൂസിനെ ഞാൻ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുകയാണ് ഈ ക്വസ്റ്റ്യനിൽ. ആദ്യത്തെ ടേം 1/2, രണ്ടാമത്തത് 2/3, മൂന്നാമത്തത് 3/4, നാലാമത്തത് വരുന്നത് 4/5 എന്നായിരിക്കും അടുത്ത ടേം വരുന്നത്. അങ്ങനെ ഇത് പൊക്കോണ്ടിരിക്കുകയാണ് അപ് ടു ഏത് വരെ? 59/60. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഇവിടുത്തെ ഡിനോമിനേറ്റർ ആണ് അടുത്ത ടേമിൻ്റെ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. അത് കട്ടായി പോവും. അപ്പോൾ ഈ 3യും കട്ടായി പോവും, ഈ 4ഉം കട്ടായി പോവും. ഈ 5ന് തൊട്ടടുത്ത് വരുന്ന ടേമിൽ 5/6 ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് തമ്മിൽ കട്ടായി പോവും. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ 59ഉം കട്ടായി പോവും. ഇവിടെ വരുന്ന, അതായത് കുറച്ച് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവിടെ വരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58/59 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ 59ഉം ഇവിടെ വെട്ടിപ്പോവും. ഈ 58 തൊട്ട് മുമ്പത്തെ ടേമിൽ വെട്ടിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ന്യൂമറേറ്ററുകളും വെട്ടിപ്പോകും. ഈ 1 മാത്രം ഇവിടെ കാണും. എല്ലാ ഡിനോമിനേറ്ററുകളും വെട്ടിപ്പോകും. ഈ 60 മാത്രം ഇവിടെ കാണും. അപ്പം നമ്മുടെ ഈ ടേം ഇങ്ങനെ വരും, 1/60 എന്നുള്ള രീതിയിലാവും. അപ്പോൾ 1/60 = ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് റൈറ്റ് സൈഡ് x/60. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 1 വരത്തില്ലേ? x = 1. അപ്പോൾ നമുക്ക് ഈ ടേംസിനെ ഷോർട്ടാക്കി എഴുതാൻ അറിഞ്ഞിരുന്നാൽ മതി. ഫ്രാക്ഷൻ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എന്തായാലും ഇത് അറിയാൻ പറ്റും. 1 - 1/2 എന്ന് പറയുന്നത് 1/2 ആണ്. 1 - 1/3 എന്ന് പറയുന്നത് 2/3 ആണ്. 1 - 1/4 എന്ന് പറയുന്നത് 3/4 ആണ്. അതായത്
ഒരിടത്ത ന്യൂമറേറ്റർ എന്ന് പറയുന്നത് തൊട്ടടുത്ത ടേമിൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ അങ്ങനെ ക്രോസ് ആയിട്ട് ഇത് കട്ടായി പോയി. എല്ലാ ന്യൂമറേറ്ററുകളും എല്ലാ ഡിനോമിനേറ്ററുകളും കട്ടായി പോവും അതർ ദാൻ ഈ ആദ്യത്തെ 1ഉം ഈ അവസാനം വരുന്ന ഡിനോമിനേറ്റർ ആയ 60യും. ക്ലിയർ ആയോ? അപ്പോൾ 1/60 ഈക്വൽ ടു x/60 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 60 ഇവിടെ രണ്ടിടത്തും ഉണ്ട് അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ 1 എന്ന് വരും. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/4 പ്ലസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16/2020 ഇതൊരു ഓൺലൈൻ എക്സാം ആണ്. ഷിഫ്റ്റ് സൂപ്പർവൈസർ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് LCM കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 3/4 പ്ലസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ടേമിനെയും ഈ ആദ്യത്തെ ടേമിനെയും ഈ മൂന്നാമത്തെ ടേമിനെയും കൂടെ നിങ്ങൾക്ക് ചെയ്യാം. കാര്യം രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 4ആണ്. സോ അതിനെ നിങ്ങൾക്ക് പ്രത്യേകം ചെയ്യാം. 3/4 ഈ 1/4 ശ്രദ്ധിക്കണം, അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സൈൻ മൈനസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/4 വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അത് വേണമെങ്കിൽ ചെയ്ത് വെക്കാം എളുപ്പത്തിന്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേമും പോവും. ഈ രണ്ട് ടേമിനും പകരം എനിക്ക് 1/2 എഴുതാം. 1/2 പ്ലസ് 1/2 മൈനസ് 1/8. ഓക്കെ, ഇനി ഫ്രാക്ഷൻ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാം, ആരെയും പ്ലസ് ആരെയും 1 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/8 വരും. അപ്പോൾ 1 മൈനസ് 1/8, 1 എന്ന് പറഞ്ഞാൽ 8/8 ആയിട്ട് കൺസിഡർ ചെയ്യാം. മൈനസ് 1/8 ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ്, ന്യൂമറേറ്റർ 8 മൈനസ് 1 ചെയ്യുമ്പോൾ 7. 7/8 ആണ് ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 7/8 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എളുപ്പം. അതായത് കാര്യം ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. സോ ഈ രണ്ട് പാർട്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1/4ൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ മൈനസ് ആണ്. അതുകൊണ്ട് 3/4 മൈനസ് 1/4 തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ മാറിപ്പോവും. ഓക്കെ, സോ ഇവിടെ ചെയ്യുമ്പോൾ 2/4 അതായത് 1/2. അപ്പോൾ 1/2 പ്ലസ് 1/2 അരയും 1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് 1 മൈനസ് 1/8 ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 7/8 ആൻസർ കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് 3/4 ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുക, പ്ലസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8 അങ്ങനെ തന്നെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 4, 2, 4, 8. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 8 ആണ്. LCM കാണാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് നോക്കുക. ഏറ്റവും വലിയ ഡിനോമിനേറ്ററിനെ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ 8 ആണ് അല്ലേ. 8 ആണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ ഈ 8 എന്ന് പറയുന്നത് 4ൻ്റെയും 2ൻ്റെയും മൾട്ടിപ്പിളാണ്. ആണെങ്കിൽ ഈ 8 തന്നെയാണ് LCM. സപ്പോസ് നമ്മുടെ ഈ 8 എന്ന് പറയുന്നത് മറ്റുള്ള ഡിനോമിനേറ്റേഴ്സിൻ്റെ മൾട്ടിപ്പിൾ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ 8ൻ്റെ അടുത്ത ഗുണിതം എടുക്കുക. 8ൻ്റെ അടുത്ത ഗുണിതം എന്ന് പറയുന്നത് 16 ആണ്. ആ 16 ഈ തന്നിരിക്കുന്ന മറ്റുള്ള ഡിനോമിനേറ്ററുകളുടെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് LCM കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലേ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4, 2, 4, 8 എന്ന് എഴുതുന്നു. 2 പ്രാവശ്യം 2, 1, 2, 4. അഗെയിൻ 2 പ്രാവശ്യം 1, ഇവിടെ 1 അതുപോലെ തന്നെ എഴുതുന്നു. ഈ 2, 1, ഇവിടെ 2, വീണ്ടും 2, എല്ലാം 1 വരുന്ന അതുവരെ നമ്മൾ ചെയ്യും. 1 ഇന്നത്തെ ഈ ഇവിടെ വരുന്നതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. 2 × 2 4, 4 × 2 8. ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ വളരെ പെട്ടെന്ന് നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ലാതെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സ് നോക്കുക. വലിയ ഡിനോമിനേറ്റർ ഏതാണ്? 8 ആണ്. ഈ വലിയ ഡിനോമിനേറ്റർ ചെറിയ ഡിനോമിനേറ്ററുകളുടെ ഗുണിതമാണോ? ഇവിടെ നോക്കുമ്പോൾ ഗുണിതമാണ്. 4ൻ്റെയും 2ൻ്റെയും ഗുണിതമാണ് 8. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ LCM. ഇനി അല്ലെങ്കിൽ ഈ വലിയ സംഖ്യ ഉണ്ടല്ലോ, വലിയ ഡിനോമിനേറ്റർ, അതിൻ്റെ അടുത്ത ഗുണിതം എടുക്കുക. അത് ഈ മറ്റുള്ള കൊച്ചു ഡിനോമിനേറ്റേഴ്സിൻ്റെ ഗുണിതവും കൂടെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരു 12, 10, 15 എന്നീ സംഖ്യകളുടെ LCM കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വലുത് 15. 15
12ൻ്റെയും 10ൻ്റെയും ഗുണിതമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? 15ൻ്റെ ഇരട്ടി എടുക്കും, 30. 30 10ൻ്റെ ഗുണിതമാണ്, പക്ഷേ 12ൻ്റെ ഗുണിതമല്ല. ഇനി അടുത്ത ഗുണിതം എടുക്കും, 45. 15ൻ്റെ അടുത്തത് 45ആണ്. 45ഉം 10ൻ്റെ അല്ല, അപ്പോൾ 12ൻ്റെയും അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഗുണിതം എടുക്കും, 60. ഈ 60 എന്ന് പറയുന്നത് 10ൻ്റെയും ഗുണിതമാണ്, 12ൻ്റെയും ഗുണിതമാണ്. സോ 60ആണ് നമ്മുടെ LCM. ഈ രീതിയിലാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാനിത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പം ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് ആ LCM എന്നുള്ള പാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ LCM എന്ന് പറയുന്നത് ആരാണ്? LCM എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ 8 ആണ് LCM. അപ്പോൾ 8-നനുസരിച്ച് ഓരോ ടേമിൻ്റെയും ന്യൂമറേറ്റർ മാറും. ഇവിടെ 4നെ 8 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, അതേ 2 കൊണ്ട് 3നെയും ഗുണിക്കണം. അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ 6 ആവും. 2നെ 8 ആവാൻ, കാര്യം ഞാൻ താഴെ 8 ആയതുകൊണ്ടാണ്, കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ടാണ് ഒരൊറ്റ വരയിൽ നിർത്തിയത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടേമിൽ നോക്കിയേ, 2നെ 8 ആവാൻ 4 കൊണ്ട് ഗുണിക്കണം, അതേ 4 കൊണ്ട് മേളിൽ 1നെയും ഗുണിക്കണം, അപ്പോൾ അവിടെ 4 ആവും. ഇനി 4നെ 8 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, ആ 2 കൊണ്ട് മേളിലും ഗുണിക്കണം. അപ്പോൾ ഈ മൈനസ് സൈൻ അതുപോലെ ഇട്ടു, 2. ഇനി ഇവിടെ 8നെ 8 ആവാൻ 1 കൊണ്ടാണ് ഗുണിക്കുന്നത്, അതേ 1 കൊണ്ട് മേളിലും ഗുണിക്കുമ്പോൾ -1. ഈ രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു താഴെ 8 തന്നെയാണ്, മേളിൽ 6 + 4 10. 10ൽ നിന്ന് 2 പോകുമ്പോൾ 8, 8ൽ നിന്ന് 1 പോകുമ്പോൾ 7. 7/8 നമ്മുടെ ആൻസർ കിട്ടി, ഓപ്ഷൻ ബി. നമുക്ക് വളരെ നേരത്തെ കിട്ടിയതാണ്, എന്നാലും ഈ രീതിയിൽ ചെയ്തു വരുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഷോർട്ട് കട്ട്സ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. കാര്യം നിങ്ങൾക്കറിയാം, എപ്പോഴും മാത്സ് ആണ് കൂടുതൽ ടൈം എടുക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ കുറച്ച് ഷോർട്ട് കട്ട്സും കൂടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടൈം സേവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 7/8, ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 199 ആകും എങ്കിൽ ഞങ്ങൾ എത്ര എന്നുള്ളതാണ്. ആ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു കഥ പോലെ ഉണ്ടല്ലേ, ഒരു പാട്ട് പോലെ ഉണ്ട്. ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്ന് വിട്ടു പോകരുതേ, ഒന്നും കൂടെ ചേരുമ്പോഴാണ് 199 ആകുന്നത്. അപ്പോൾ ഇതെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 035/2020 സ്റ്റെനോഗ്രാഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. നമുക്ക് നോക്കാം. ആൻസർ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഡി കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഞങ്ങൾ നമ്മൾ പറയും, നമുക്ക് മാത്സിൽ അറിഞ്ഞുകൂടാത്ത ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ് എന്നിരിക്കട്ടെ അല്ലേ. അപ്പം ഞങ്ങൾ എക്സ് എന്ന് എടുത്തോളൂ, ഞങ്ങളും വീണ്ടും ഞങ്ങൾ. അപ്പോൾ എക്സ് പ്ലസ് ഞങ്ങളുടെ പകുതി, അതായത് എക്സിൻ്റെ പകുതി, പ്ലസ് അതിൽ പകുതിയും, അതായത് x/2ൻ്റെ വീണ്ടും പകുതി എടുക്കണം എന്ന് പറഞ്ഞാൽ x/4 ആണല്ലോ. x/4 പ്ലസ് ഒന്നും ചേർന്നാൽ, അപ്പം ഞങ്ങളിൽ പകുതി അതിൽ പകുതി എല്ലാം വന്നു, പ്ലസ് 1 ചേർന്നാൽ എത്രയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 199 ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ ഞാൻ പറയാം. x + x 2x ആണ്, പ്ലസ് ഈ 2 ഭാഗം എന്ന് പറയുമ്പോൾ x/2 പ്ലസ് x/4 പ്ലസ് 1 അല്ലേ. ഈ 1നെ എനിക്ക് അപ്പുറത്തോട്ട് എടുത്തൂടെ? 1നെ നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാം എന്നുള്ളതാണ്. ഈ 1നെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുവാണേ. അപ്പോൾ 199 - 1 എന്നാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നോക്കിയേ, 2x + x/2 + x/4. അപ്പോൾ ഈ 2ഉം 4ഉം LCM എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കിയേ. 2ഉം 4ഉം വലിയ ഡിനോമിനേറ്റർ 4 4 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 4 തന്നെയാണ് നമ്മുടെ LCM. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. സോ അതുകൊണ്ട് 1നെ 4 ആവാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 കൊണ്ട് മേളിലും മൾട്ടിപ്ലൈ ചെയ്യണം, 8x ആവും ആണല്ലോ. പ്ലസ് ഇവിടെ 2നെ 4 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 കൊണ്ട് തന്നെ മേളിലും മൾട്ടിപ്ലൈ ചെയ്യണം, 2x. പ്ലസ് 4നെ 4 ആവാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആ 1 കൊണ്ട് മേളിലും ചെയ്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ 199ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 198 ആണല്ലോ. 8x പ്ലസ് 2x പ്ലസ് എക്സ്, 8 2 10, 10 1 11, അതായത് 11x. 11x ഈക്വൽ ടു 198 × 4. അപ്പോൾ 198 × 4 എത്ര വരും?
4 32 ശിഷ്ടം 3 9 4 36 3 39 ശിഷ്ടം 3 1 4 4 3 7 792. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും? എക്സ് ഈക്വൽ ടു 792 ഡിവൈഡഡ് ബൈ 11. 11 7 പ്രാവശ്യം 77, 2 ശിഷ്ടം വരും 22 2 പ്രാവശ്യം. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 72 ആണ്. 72 അല്ലേ നമ്മുടെ ആൻസറും പറയുന്നത്? നോക്കൂ, ഡി, ഓപ്ഷൻ ഡി 72 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.00015 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? ഇത് LP സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൽ വരുന്നതാണ്. ഡെസിമൽ നമ്പേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നോക്കൂ. 0.00015 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. അപ്പോൾ 15 കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഈ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കൂ, ഈ എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, ഈ 15നെ ഇങ്ങോട്ടും എടുക്കാം അല്ലേ? 0.00015 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെയും 15 കിടപ്പുണ്ട്, ഇവിടെയും 15 ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഡെസിമൽ വാല്യൂ ഒന്ന് ആ ഒരു സ്ഥാനം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 കൂടെ വെട്ടിപ്പൊക്കോളും. അപ്പോൾ എനിക്ക് മേളിൽ കിടക്കുന്ന ഡെസിമൽ വാല്യൂവിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, 15 × 10⁻⁻5 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 5 5 സ്ഥാനമാണുള്ളത്. പോയിന്റ് കഴിഞ്ഞ് 5 സ്ഥാനം വരുമ്പോൾ 10ൻ്റെ -5 പവറായിട്ട് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയും 15. ഇനി എനിക്ക് ഈ 15 കൂടെ വെട്ടിപ്പോവും. അതായത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് 10⁻⁻5 ആണ്. 10⁻⁻5 എന്ന് പറഞ്ഞാൽ 1/10⁵ ആണല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ എത്ര 0 വരും? അതായത് 1 കഴിഞ്ഞ് 5 0, 1 2 3 4 5, അതായത് 1/1,00,000 അല്ലേ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഇവിടെ എല്ലായിടത്തും പൂജ്യങ്ങളുടെ എണ്ണത്തിൽ മാത്രമേ മാറ്റുള്ളൂ. അത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കണ്ടോ? എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബിയും 10,000 ആണ്. ഇത് ഓപ്ഷൻ എ വന്നിട്ട് 1 lakh ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. കാര്യം ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത്രയും പൂജ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മൈനസ് മാറ്റാൻ വേണ്ടി 1/, ആക്കി. 1/, നമുക്കറിയാമല്ലോ, കൃത്യങ്ക നിയമത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a⁻⁻n 1/a⁻n എന്ന് എഴുതാം. അതുപോലെ തന്നെ 10⁻⁻5 ഞാൻ അതുപോലെ എഴുതിയതാണ് 1/10⁵. അതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് 3 hours ഈസ് 24 seconds? ഇത് KS ഓഫീസർ ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് ആദ്യം നമുക്ക് 3 hours, ഇവിടെ 3 hoursഉം ഇവിടെ 24 secondsഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 hoursനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. 3 hoursനെ സെക്കൻഡ്സിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 3 × 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പം 3 × 60 × 60 ആണ് 3 hours. അതായത് ഇത്രയും സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 24 സെക്കൻഡ് എന്ന് പറയുന്നത് ഈ 3 × 60 × 60യുടെ എത്രയാണ്? ഓക്കെ, എത്രയാണെന്നാണ്. അതായത് 3 × 60 × 60യിൽ 24 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 24 × 3 ചെയ്യുമ്പോൾ ഇവിടെ 8 വരും ആണല്ലോ. 3യും 24ഉം 3യും കൂടെ വെട്ടുമ്പോൾ 8, 3 24. ഇനി ഇതിനെയും കൂടെ വെട്ടാലോ. 4 കൊണ്ട് വെട്ടാം. ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 4 കൊണ്ട് വെട്ടുമ്പോൾ 1 പ്രാവശ്യം 4, 20 15 പ്രാവശ്യം. ഇനി ഈ 2ഉം 60ഉം കൂടെ വെട്ടാം, 30 ആണല്ലോ. അതായത് 1/15 × 30 ആണ്. 15 3 45, ഈ 30ൻ്റെ 0, അതായത് 1/450 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 1/450 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആണല്ലോ. ഉണ്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. 1/450 ആണ്. ക്ലിയർ ആയോ? എന്താ നമ്മളിവിടെ ചെയ്തത്? ഇവിടെ ഒന്നുമില്ല. 24 സെക്കൻഡ്സ് ആയതുകൊണ്ട് തന്നെ 3 ഹവേഴ്സിനെയും സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. 3 ഹവേഴ്സിന് എത്ര സെക്കൻഡ്സ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പം 3 ×
60 ഇൻറ്റു ഇനി 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ എഗെയിൻ ഇൻറ്റു 60. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്ത് നിങ്ങൾ സമയം കളയരുത്, അത് അങ്ങനെ ഇടുക. എന്നിട്ട് നമ്മുടെ ആൻസർ കണ്ടോ കിടക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഇടുക. അതായത് 3 ഇൻറ്റു 60 ഇൻറ്റു 60, അതിൽ 24 എത്രയാണെന്നാണ്. സോ 24 ന്യൂമറേറ്ററിൽ വരും. ആ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ഇതിൽ എത്രയെന്നാണ് നമ്മൾ എപ്പോഴും മാർക്കൊക്കെ എഴുതുമ്പോഴേ ടോട്ടൽ 50 മാർക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾക്കിപ്പോൾ 45 കിട്ടി, 50-ൽ എത്ര കിട്ടി? അതായത് ഇത്രയും സെക്കൻഡ്സിൽ 24 എത്ര സെക്കൻഡ്സ്. അപ്പോൾ ആ ഒരു ലോജിക്കാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് 24 മേളിൽ വന്നു എന്ന് ചിലരെങ്കിലും ചിലപ്പോൾ ഡൗട്ട് അടിച്ചേക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഇത്രയാണ്. ഇത്രയും സെക്കൻഡ്സിൽ 24 എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? ആ ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ 24ഉം 3യും കൂടെ കട്ട് ചെയ്തു. 8 ടൈംസ് ആണ് 24 വരുന്നത് അല്ലേ. 3 ഇൻറ്റു 8 ആണ് 24. ഇനി നമ്മൾ എന്ത് ചെയ്തു? 8ഉം 60ഉം കൂടെ വെട്ടു. അപ്പോൾ 8നെ 4 കൊണ്ട് വെട്ടുമ്പോൾ 2 പ്രാവശ്യം, 60നെ 4 കൊണ്ട് വെട്ടുമ്പോൾ 15 പ്രാവശ്യം. ഇനി 2ഉം 60ഉം കൂടെ വെട്ടുമ്പോൾ 2 വെട്ടിപ്പോയി 60 3 പ്രാവശ്യം, 30 പ്രാവശ്യം. ഇനി 15 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 450, 1/450. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതോടെ നമ്മൾ ഈ 2020-ൽ ചോദിച്ച 2 ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക് നമ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന അവിടെ നിന്ന് 11 ക്വസ്റ്റ്യനാണ് 2020 ചോദിച്ചത്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിൽ നിന്ന് 8 ക്വസ്റ്റ്യനുമാണ് ചോദിച്ചത്. അപ്പോൾ ആ ഒരു 11ഉം 8ഉം 19 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ 9 ക്വസ്റ്റ്യൻ ചെയ്തു, ഈ സെഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ആ 2 ടോപ്പിക്ക് 2020-ൽ ചോദിച്ച ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന സീരീസിൽ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന സെഷൻസിലും ഇതുപോലെ കവർ ചെയ്ത് പോകും. അപ്പം നിങ്ങൾക്ക് PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ആ ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇനി വരാനിരിക്കുന്ന സെഷൻസ് നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.